പ്രഗ്നൻസിയിൽ മദർ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം? വെയിറ്റ് അധികം കൂടിയാലും പ്രശ്നമാണ്, തീരെ കൂടിയില്ലെങ്കിലും ചില സിറ്റുവേഷൻസിൽ പ്രശ്നമാണ്. ആൻഡ് വാട്ട് ഈസ് നോർമൽ, വാട്ട് ഈസ് നോട്ട് അല്ലേ, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഐ എം ഡോക്ടർ അംബ്ലി ജോസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എത്ര വെയിറ്റ് വെക്കണം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഡിസൈഡിങ് ഫാക്ടർ നമ്മുടെ പ്രീ പ്രഗ്നൻസി BMI ആണ്. അതായത് പ്രഗ്നൻസിക്ക് മുമ്പ് ഒരു നോർമൽ BMI ഉള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു 11 to 14 kg ആണ് ഓൺ ആൻ ആവറേജ് ഒരു വെയിറ്റ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആയിരുന്നെങ്കിൽ മേ ബി അതൊരു 1 to 3 kg കൂടുതലായിരിക്കാം. നിങ്ങൾ ഓവർ വെയ്റ്റ് ആയിരുന്നെങ്കിൽ സിമിലർലി നമ്മുടെ ടാർഗറ്റ് കുറച്ചും കൂടി കുറവാണ്. ഇനി നിങ്ങൾ വളരെയധികം വെയിറ്റ് കൂടുതലായിരുന്നു, ഒരു ഒബീസ് റേഞ്ചിലാണെങ്കിൽ ഈവൻ വെയിറ്റ് കൂടിയില്ലെങ്കിലും ഇറ്റ് ഈസ് ഓക്കെ ഇൻ പ്രഗ്നൻസി. നമ്മൾ പക്ഷേ വെയിറ്റ് റിഡക്ഷനായിട്ട് കാലറി റെസ്ട്രിക്ഷനായിട്ട് ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. ഒരു ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള പ്രോപ്പർ ബാലൻസ്ഡ് മീൽ ഇസ് ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. ഇനി വെയിറ്റ് മാത്രമല്ല നമ്മുടെ ഫോക്കസ് പോയിൻറ്റ്. നമ്മുടെ മെഷർമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ബേബിയുടെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്നുള്ളത്. അത് നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? ഒന്ന്, നമ്മൾ എക്സാമിനേഷൻ വഴിയായിട്ട് ഡോക്ടർ എവറി വിസിറ്റ് നമ്മുടെ വയറ് ഫീൽ ചെയ്തിട്ട് എന്തോരം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കും. സെക്കൻഡ്ലി സ്കാൻ അസസ്മെൻറ്റ് തന്നെയാണ്. എസ്പെഷ്യലി ഒബീസ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻറ്റ് മാത്രം ചിലപ്പം പ്രോപ്പറായി എന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻറ്റ് സ്കാൻസും കൂടി വേണ്ടി വരും. ബേബിയുടെ ഗ്രോത്ത് ഓക്കെ അല്ലേ, ബേബിയുടെ ചുറ്റുള്ള ഫ്ലൂയിഡ് ഓക്കെ അല്ലേ, ബേബിക്ക് ബ്ലഡ് ഫ്ലോ ഓക്കെ അല്ലേ എന്നൊക്കെ കാണാനായിട്ട്. ഇനി ആദ്യത്തെ 3 മാസത്തിൽ ചിലപ്പം ഒരു 1/2 കിലോ മുതൽ 2 കിലോ വരെ കൂടാം. പക്ഷേ വെയിറ്റ് കൂടിയില്ലെങ്കിലും സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട. ഫസ്റ്റ് 3 months കാലറീസ് അല്ല നമ്മൾ നോക്കേണ്ടത്, ഓർ വെയിറ്റ് മാത്രമല്ല, ഒരു പ്രോപ്പർ ഒരു ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട്, ഫോളിക് ആസിഡ്, omega-3 ഫാറ്റി ആസിഡ്സ്, കോളിനൊക്കെ കിട്ടുന്നുണ്ട്, ബേസിക് ന്യൂട്രിയൻസ് ഉണ്ട്, നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് അല്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ഇസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആ പ്രഗ്നൻസി വോമിറ്റിംഗ് കാരണം ചിലർക്ക് വെയിറ്റ് കൂടണം എന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള 2nd and 3rd ട്രൈമസ്റ്റേഴ്സിലാണ് നമ്മളൊരു പെർ വീക്ക് എത്ര വെയിറ്റ് ഗെയിൻ ഉണ്ടെന്നുള്ള ബേസ്ഡ് ഓൺ യുവർ പ്രീ പ്രഗ്നൻസി വെയിറ്റ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നോക്കുന്നത്. ഇനി വെയിറ്റ് കൂടുന്നുണ്ട് പക്ഷേ വയറ് അത്രയ്ക്കും കാണുന്നില്ലല്ലോ ഡോക്ടറെ എന്ന് പറയാറുണ്ട്. എൻ്റെ വെയിറ്റ് കൂടുന്നുണ്ട് പക്ഷെ വയറൊട്ടും കാണിക്കുന്നില്ല. വീട്ടുകാരൊക്കെ പറയുന്നു കുഞ്ഞ് ചെറുതാണോ, ഞാൻ കഴിക്കാഞ്ഞിട്ടാണോ, ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്. പക്ഷെ സ്കാൻ ചെയ്യുമ്പം എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? അപ്പം ഒരേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള, അതായത് 2 പേർക്കും ചിലപ്പോൾ ഒരു 4th month ഓഫ് പ്രഗ്നൻസി ആയിരിക്കും, പക്ഷെ ഒരാൾക്ക് വയറ് നല്ലോണം കാണിക്കുന്നു, ഒരാൾക്ക് ഒട്ടും കാണിക്കുന്നില്ല. ഇത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ ചിലപ്പോൾ വയറ് കണ്ടു തുടങ്ങുന്നത് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരിക്കും. 2nd, 3rd പ്രഗ്നൻസീസിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ കണ്ടു തുടങ്ങും. റീസൺ ബീങ് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കും, ലൂസ് ആയിരിക്കും നമ്മുടെ കോൺസിക്വൻറ്റ് പ്രഗ്നൻസീസിൽ. സിമിലർലി നമുക്കിപ്പോൾ ഹൈറ്റ് കുറവുള്ള ഒരാളും ഹൈറ്റ് കൂടുതലുള്ള ഒരാളും കൂടി കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹൈറ്റ് കുറവുള്ള ആൾക്ക് പെട്ടെന്ന് വയറ് കാണിച്ചു തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുതലുള്ള ആൾക്ക് യൂട്രസിന് മേളിലേക്ക് വളരാനും കൂടി ഒരു സ്പേസ് ഉണ്ട്, മുമ്പിലേക്ക് തള്ളേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരു റിട്രോവേർട്ടഡ് യൂട്രസ് സ്കാനിങ്സിൽ കണ്ടിട്ടുണ്ടാവും, ആൻറ്റിവേർട്ടഡ് അല്ലെങ്കിൽ റിട്രോവേർട്ടഡ് യൂട്രസ് എന്ന്. അപ്പോൾ യൂട്രസ് പുറകോട്ട് കുറച്ച് സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, ആൻറ്റിവേർട്ടഡ് അല്ലെങ്കിൽ റിട്രോവേർട്ടഡ് യൂട്രസ് എന്നുള്ളത്. അപ്പം റിട്രോവേർട്ടഡ് യൂട്രസ് ഉള്ളപ്പോൾ, അതായത് യൂട്രസ് കുറച്ച് പുറകിലേക്ക് ടിൽറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ബേബി ഇനീഷ്യലി കുറച്ചുകൂടെ പുറകോട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പം സിമിലർലി ബംപ് ഷോ ചെയ്യുന്നത് കുറച്ചും കൂടി ഡിലേഡ് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് കോർ മസിൽ സ്ട്രെങ്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്ക് ബംപ് കാണിക്കുന്നത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്കിപ്പം ട്വിൻ പ്രഗ്നൻസി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫൈബ്രോയിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലാണ്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ വയറ് കുറച്ചും കൂടി പുറത്തേക്ക് എടുത്ത് കാണിക്കും നേരത്തെ തന്നെ. ഇനി എപ്പോൾ തൊട്ട് ബംപ് കണ്ടു തുടങ്ങും? യൂഷ്വലി ഒരു 4th month. അതിന് മുമ്പ് കാണുന്നത് യൂഷ്വലി ചെറിയൊരു ബ്ലോട്ടിങ് കാരണമുള്ള ഒരു ഡിസ്റ്റൻഷൻ കാരണമുള്ള ഒരു ഫീലിംഗ് ആണ്. അതൊരു ട്രൂ ബംപ് അല്ല. ഒരു 12 weeks കഴിയുമ്പോഴാണ് ബേബി പെൽവിക് ബോൺസിൽ നിന്ന് അബ്ഡോമനിലേക്ക് മേളിലേക്ക് എത്തി തുടങ്ങുന്ന ഒരു ടൈം എത്തുന്നത്. സോ വയറിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. അത് നമ്മുടെ പ്രീവിയസ് പ്രഗ്നൻസി ഹിസ്റ്ററി, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ഫ്രീക്വൻറ്റ് ക്ലിനിക്കൽ എക്സാമിനേഷനും ഇഫ് നീഡഡ് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ഇസ് മോസ്റ്റ് എസെൻഷ്യൽ.